ത്തിന്റെ കടുപ്പവും മത്സരത്തിന്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലുപ്പവും UDF LDF രാഷ്ട്രീയത്തിന്റെ വലുപ്പമൊക്കെ എപ്പോഴാണ് അറിയാം? 21-ാം തീയതി വോട്ടെണ്ണുന്നത്. ഇവരെല്ലാവരും സമന്മാരല്ലേ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനങ്ങളുടെ മനസ്സല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. ആ മനസ്സ് എന്താണ് എന്നുള്ളത് 23 അറിയാം. ആ മനസ്സ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പിണറായിസത്തിനെതിരാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന. അപ്പോൾ വയനാട്ടിലെ സ്ഥിതി എന്താ? മഴ പെയ്തിട്ട്. അപ്പം ഇതെല്ലാം പ്രതിഫലിക്കും. ഓരോ ദിവസത്തെയും മനുഷ്യനെ നിത്യജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കും. ആരെ പറഞ്ഞു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടു. ഞാനത് കണ്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്, കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും. നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ. ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ്. ആ കറിവേപ്പിലയെ പോലെ തന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ. വസ്തുത ഇല്ല എന്ന് പറയാം. ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ. എല്ലാ പോഷക ഗുണങ്ങളും മുക്കി സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക? ആ ടേസ്റ്റ് ആക്കിയിട്ട് ആ കറിവേപ്പില എടുത്ത് മാറ്റി. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു കറിവേപ്പിലയുടെ പൊസിഷനിലാണ് ഞാൻ. എടുത്ത് കളയുമെന്നുള്ള അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. എങ്ങനെ? കറിവേപ്പില അവസാനം എടുത്ത് പുറത്തേക്ക് എടുത്ത് കളയുമല്ലോ, ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് മുഖ്യമന്ത്രി. അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുമല്ലോ. പിന്നെ ഈ കറിവേപ്പില തന്നെ കടിച്ചിറക്കുന്നവരുണ്ട്. അവന് കുറച്ചും കൂടെ കൂടുതൽ ഗുണം കിട്ടും. ചിലവരെടുത്ത് കളയും. ഞാനൊക്കെ കറിവേപ്പില കഴിക്കുന്നതല്ല. പിന്നെന്ത് സംശയം? ഈ ബിരിയാണിയിൽ എം സ്വരാജിനെ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ നിലമ്പൂർ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് എന്തുണ്ടാക്കുന്നത്? അത് തന്നെ, അതൊക്കെ പാർട്ടിക്കല്ലേ അറിയുള്ളൂ. എന്നോട് ചോദിച്ചിട്ട് അല്ല, അതൊക്കെ കുറച്ചൊന്നും എനിക്ക് നല്ല സ്ഥാനാർത്ഥിയാണ് അഭിപ്രായം. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാം. 23-ാം തീയതി നല്ല സ്ഥാനാർത്ഥിയായിട്ട് അനുഭവം ഉണ്ടാവുമോ? അല്ല, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാന്നേ. അത് പറയാനായിട്ടില്ല. ഞാനിപ്പോൾ ഇവിടുത്തെ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിൻ്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന, ഈ സമൂഹത്തിലെ ശാന്തിയും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 സാമുദായിക ലീഡർഷിപ്പാണ് എന്നേറ്റ് ബന്ധപ്പെട്ടത്. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു ദിവസം ഞങ്ങൾക്ക് സമയം തരണമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് അത് കൊടുക്കണ്ടേ? അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു. എന്ത് തീരുമാനമാണോ ഉചിതമായത് അതെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പാർട്ടിയുടെ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ തീരുമാനം എടുക്കേണ്ടത് ആ സമയത്ത് തീരുമാനം നിങ്ങളെ വിളിച്ച് ഇരുത്തി പറഞ്ഞിട്ട് ചെയ്യും. സംസ്ഥാന സമിതിയിൽ അങ്ങനെയുള്ള തീരുമാനമാണോ? എല്ലാത്തിനും ബന്ധപ്പെടുന്നുണ്ട്. എന്തൊക്കെ മനുഷ്യന്മാർക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ ബന്ധപ്പെടില്ലേ? PV അൻവറാണ് മാധ്യമങ്ങളെ കണ്ടത്. സുപ്രധാനമായ നീക്കമുണ്ട്. അൻവറിന് എതിരായ മത്സരമോ എന്ന ചോദ്യത്തിന് എം സ്വരാജ് തന്ത്രപരമായ മറുപടി നൽകുന്നു. ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയല്ല മത്സരം. ഈ പറഞ്ഞ വ്യക്തിയുമായി എനിക്കും നല്ല ബന്ധമുണ്ട്. മറിച്ച് ഇതൊരു നിലപാടിൻ്റെ മത്സരമാണ് എന്ന് എം സ്വരാജ് പറയുന്നു. അതേസമയം എം സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യത്തിന് തള്ളിക്കളയാതെയും തള്ളാതെയും കൊള്ളാതെയുമുള്ള നിലപാടെടുത്തുകൊണ്ട് PV അൻവറും നിലപാടെടുക്കുന്നു. എന്താണ് ഈ സൂചനകൾ എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും എം സ്വരാജിനെ കളത്തിലിറക്കുന്നതോടുകൂടി നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ മാറ്റമുണ്ടാകുന്നു. അത് വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറുന്നു എന്നതാണ്. ഇനി അൻവർ അടക്കം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന പരസ്യ നിലപാടുകൾക്കും പ്രസക്തി ഉണ്ടാകും എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ വേദിയൊരുങ്ങുന്നു. CPM അവരുടെ പ്രധാനപ്പെട്ട മുഖത്തെ തന്നെ കളത്തിലിറക്കുന്നു. തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് വേണ്ടി നേരത്തെ നിയോഗിച്ചിരുന്ന എം സ്വരാജ്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് തന്നെ നിലമ്പൂരിൽ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നു. നേരത്തെ ചില സ്വതന്ത്രന്മാരുടെ സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത്തരം പരിഗണനകളിലേക്കൊന്നും പോയില്ല. എം സ്വരാജിന് തന്നെ CPM സെക്രട്ടേറിയറ്റ് നിയോഗിച്ചിട്ടുള്ള സാഹചര്യം. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നാട്ടുകാരൻ കൂടിയായ സ്വരാജ് മത്സരിക്കട്ടെ എന്ന സൂചന പങ്കുവച്ചത് എന്നതുണ്ടായിരുന്നു. സ്വരാജിന് അത്രയ്ക്കങ്ങ് താല്പര്യമില്ലെങ്കിൽ കൂടിയും സ്വരാജ് മത്സരിക്കട്ടെ എന്ന താല്പര്യം വെച്ചത്. എന്തായാലും CPM സെക്രട്ടേറിയറ്റിൽ ആ തീരുമാനം കൈക്കൊള്ളുന്നു. അങ്ങനെ എം സ്വരാജ് മത്സരിക്കാൻ ഇറങ്ങുന്നു.
CPM ഇന്ന് ചേർന്ന CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗമാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. പല പേരുകളിലേക്കും ആലോചനകൾ പോയെങ്കിൽ കൂടിയും ഒടുവിൽ സ്വരാജ് തന്നെ എന്ന് മത്സരിക്കാനുള്ള തീരുമാനം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടു. ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. VV അരുൺ ചേരുന്നു. അരുൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പ്രധാനപ്പെട്ട മുഖം M. സ്വരാജ് തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ CPM മുന്നിൽ കാണുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. എന്തൊക്കെയാണ് CPMന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് CPM ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂരിൽ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM പലപ്പോഴും പരീക്ഷിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ്. ഏത് വിധേനയും CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ലഭിക്കാവുന്ന രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറമുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ആളുകളെ രംഗത്തിറക്കാൻ CPM തീരുമാനമെടുക്കുകയായിരുന്നു. തൃക്കാക്കരയിലും പാലക്കാടും ഒക്കെ നമ്മൾ കണ്ടത് അതാണ്. പുതുപ്പള്ളിയിൽ മാത്രമാണ് അതിന് ഒരു വ്യത്യാസമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിലമ്പൂർ വരുമ്പോൾ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ CPM ആലോചിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഏത് വിധേനയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നൊരു ആലോചന തന്നെയായിരുന്നു CPMന് ആദ്യഘട്ടം മുതൽ നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം CPM ഉദ്ദേശിച്ച അല്ലെങ്കിൽ CPMനെ വിജയിപ്പിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം CPMന് കിട്ടിയില്ല. അങ്ങനെയാണ് എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ, പാർട്ടിക്ക് അടിസ്ഥാനപരമായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. പാർട്ടിക്ക് ഒറ്റയ്ക്ക് ജയിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ലെങ്കിൽ പോലും നിലമ്പൂരിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യം, ഒരു ഇടത് പാരമ്പര്യം, പ്രത്യേകിച്ച് CPM പാരമ്പര്യമുള്ള മണ്ണാണ്. അവിടെ CPMനെ സ്ഥാനാർത്ഥി ഇറക്കിയാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അനുകൂലമായ റിസൾട്ട് ഉണ്ടാകുമെന്ന് CPM തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ആരെയാണ് മത്സരിപ്പിക്കേണ്ടത്? സ്വാഭാവികമായും നിലമ്പൂരിൽ നിന്നുള്ള ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് M. സ്വരാജ് തന്നെയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം M. സ്വരാജ് തന്നെയാണ്. മുൻ MLA M. സ്വരാജിനെ ആ രീതിയിൽ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ CPM തീരുമാനിക്കുകയായിരുന്നു. വളരെ നിർണായകമായ തീരുമാനമാണ് CPM കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുന്ന ഒരുപക്ഷെ അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പാകാം ഇത്. അത്തരമൊരു രാഷ്ട്രീയ പോരാട്ടത്തിൽ CPM തങ്ങളുടെ രാഷ്ട്രീയമായ എല്ലാ ആയുധങ്ങളും എടുത്തു പ്രയോഗിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ടാണ് M. സ്വരാജിനെ പോലൊരു പ്രധാനപ്പെട്ട നേതാവിനെ, യുവനിരയിൽ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ് M. സ്വരാജ്. വളരെ ചുരുങ്ങിയ പ്രായത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ നേതാവാണ്. മുൻ MLA ആണ്. അതുപോലെ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാളാണ്. അത്തരമൊരു നേതാവിനെ പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും വിജയത്തിൽ കുറഞ്ഞതൊന്നും CPMന് അവിടെ പ്രതീക്ഷിക്കാനാകില്ല. ആ രീതിയിൽ വലിയ പ്രതീക്ഷയോടെ CPM കാണുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് CPM ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. M. സ്വരാജിനെ മത്സരിപ്പിച്ച് ഈ മണ്ഡലം നിലനിർത്താൻ തന്നെ CPM തയ്യാറെടുക്കുകയാണ്. 2 തവണ PV അൻവർ ജയിച്ചെങ്കിലും അത് ഇടത് സ്വതന്ത്രനായാണ്. അവിടെ അൻവറിന് CPMന് പുറത്തുള്ള ഇടതുമുന്നണിക്ക് ലഭിക്കാവുന്ന രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറമുള്ള വോട്ടുകൾ ലഭിച്ചാണ് അൻവർ വിജയിച്ചെത്തിയത്. ഇത്തവണ അൻവർ ഇടതുമുന്നണിക്കൊപ്പമില്ലെങ്കിലും UDFനും എത്താത്തൊരു സാഹചര്യമുണ്ട്. അൻവർ ഏതെങ്കിലും തരത്തിൽ UDFനെതിരെ നിലപാടെടുത്താൽ അത് ഗുണം ചെയ്യുക LDFനാകും. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇടതുമുന്നണിയുടെ CPMന്റെ തീരുമാനം. അതുകൊണ്ടാണ് തങ്ങൾക്ക് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലത്തിൽ എന്നാൽ ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ കഴിഞ്ഞ തവണയൊക്കെ CPM നടത്തിയ മണ്ഡലം തിരിച്ചു നിലനിർത്താനായി CPM തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളെ ഇറക്കുന്നു. ഒരുപക്ഷെ ഭാവിയിൽ CPMന്റെ ഏറ്റവും നമ്പർ 1 നേതാവായി പോലും മാറാവുന്ന ആ കാലിബർ ഉണ്ടെന്ന് പല നേതാക്കളും വിലയിരുത്തുന്ന ഒരു യുവ നേതാവാണ് M. സ്വരാജ്. അത്തരമൊരു നേതാവിനെ ഇറക്കി നിലമ്പൂർ നിലനിർത്താൻ CPM ശ്രമിക്കുമ്പോൾ കടുത്ത രാഷ്ട്രീയ പോരാട്ടമായത് മാറുമെന്ന് ഉറപ്പാണ്. സ്വതന്ത്രരെ മുൻനിർത്തിയുള്ള പരീക്ഷണങ്ങൾ CPM അവസാനിപ്പിക്കില്ല എന്ന് നമ്മുടെ ചോദ്യത്തിന് മറുപടിയായി MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. എങ്കിൽ പോലും ഇത്തവണ CPM രാഷ്ട്രീയ പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയമുണ്ടായത് CPMന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഊർജ്ജം ചെറുതായിരിക്കില്ല.